അത് സംഭവിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ മമ്മി സോണിയ ഗാന്ധിയുടെയും 661 കോടി രൂപ വില മതിക്കുന്ന സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് എന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് ദേശീയ മാധ്യമങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി തുടങ്ങിയ മാധ്യമങ്ങൾ ഈ വാർത്ത അറിഞ്ഞ ഭാവം നടിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പുറകെ ഘോരം നടന്ന് രാഹുൽ ഗാന്ധിയുടെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞവർ ഇപ്പോൾ ഈ വാർത്ത കണ്ടില്ല എന്ന് നടിക്കുക മാത്രമല്ല, ഈ വാർത്ത കൊടുക്കാൻ തയ്യാറായിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 661 കോടി രൂപ ഇവരുടെ കണ്ടുകെട്ടാനുള്ള നടപടികൾ തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇവിടെയുള്ള മാപ്രകളെല്ലാം മൗനത്തിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെയുള്ള ജനങ്ങൾ ഈ വാർത്ത അറിയരുത് എന്നുള്ളത് കൊണ്ടാണോ ഇവർ മൗനം പാലിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനു പുറമെ കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ കമാഷിമ എന്നൊരു അക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്ന, രാഹുൽ ഗാന്ധി ഞങ്ങളുടെ ഭാവി പ്രധാനമന്ത്രിയാണ് എന്നൊരു വാക്ക് പോലും പറയാൻ ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരോ കോൺഗ്രസ് നേതാക്കളോ തയ്യാറായിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സ്വത്ത് വിവരങ്ങൾ കണ്ടുകെട്ടിയ വിവരം മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകനും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമയിലേതുപോലെ NIAയും EDയും ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നൊരു ചോദ്യം അല്ലെങ്കിൽ എന്നൊരു ഉത്തരം, എന്നൊരു ജസ്റ്റിഫിക്കേഷനെങ്കിലും കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് ഇവിടെ ട്രോളന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. എന്തായാലും നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 1 കോടി രൂപ പിടിച്ചെടുത്തു. കോൺഗ്രസ് മുതിർന്ന നേതാക്കളായിട്ടുള്ള സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും 100 കോടി രൂപയുടെ സ്വത്ത്, 661 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് ഡൽഹി, മുംബൈ, ലക്നൌ എന്നിവിടങ്ങളിലെ പ്രോപ്പർട്ടി രജിസ്ട്രാർമാർക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇന്നലെ നോട്ടീസ് നൽകി. ഈ നഗരത്തിലെ അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡ് AJL ആസ്തികൾ ഈ കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതികളാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാനുള്ള നടപടി 2013 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ ചട്ടം 5 പ്രകാരമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ഇതിനു പുറമെ ചട്ടം 5(3) പ്രകാരം മുംബൈയിലെ ബാന്ദ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഹെറാൾഡ് ഹൗസിന്റെ 7, 8, 9 നിലകളിൽ നിലവിലെ ജിൻഡാൽ സൗത്ത് വെസ്റ്റ് പ്രോജക്ട് ലിമിറ്റഡ് കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ കമ്പനി ഭാവിയിലെ എല്ലാ വാടകത്തുകയും ഇഡിയിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ ITOയിലുള്ള ഹെറാൾഡ് ഹൗസ്, മുംബൈയിലെ ബാന്ദ്ര സർവേ നമ്പർ 341 പ്ലോട്ട് നമ്പർ 2, ലക്നൌവിലെ ബിശ്വേശ്വർനാഥ് മാർഗിലുള്ള AJL കെട്ടിടം എന്നിവിടങ്ങളിൽ ഇന്നലെ നോട്ടീസുകൾ പതിച്ചു. ഈ സ്വത്ത് 2023 നവംബറിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. ഇപ്പോൾ ഇത് കൈവശപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ED അന്വേഷണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്തിയിട്ടുണ്ട്. AJLന്റെ ആസ്തികളുമായി ബന്ധപ്പെട്ട് 100 കോടി രൂപ, 988 കോടി രൂപയുടെ ക്രിമിനൽ വരുമാനം കൈകാര്യം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് വെളിച്ചത്ത് വന്നതും ഈ അന്വേഷണത്തിലാണ്. ഈ ആസ്തികളിൽ കോടിക്കണക്കിന് രൂപ ഉൾപ്പെടുന്നു. ഡൽഹി, മുംബൈ, ലക്നൌ എന്നിവിടങ്ങളിൽ 100 കോടി, 661 കോടി രൂപയും AJLന്റെ രൂപ 90.2 കോടി മൂല്യമുള്ള ഓഹരികളും ഇതിൽ ഉൾപ്പെടുന്നു. എന്തായാലും ഈ കേസ് ഒരു കാലത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരുന്ന BJP നേതാവ് ഡോക്ടർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും വെറും 1000 രൂപ മാത്രമാണ് കൈപ്പറ്റിയതെന്നും ആരോപിച്ച് ആ നേതാവ്, അത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്, അദ്ദേഹം 2014 ഡൽഹി കോടതിയിൽ ഒരു സ്വകാര്യ പരാതി നൽകി. ഒരു കാലത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരുന്ന BJP നേതാവ് അവരാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തത്. സുബ്രഹ്മണ്യൻ സ്വാമി രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും അദ്ദേഹം 2013 കൊടുത്ത പരാതിയാണ് ഇപ്പോൾ ഈ ഒരു തലത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വാർത്ത കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, എന്താണെന്ന് അവർക്കൊരു പിടിയുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.